ഹലോ ഗൈസ്, ഞാൻ നമ്മുടെ വലിയകാട് യൂട്യൂബർ അങ്ങനെ കുറച്ച് ആളുകൾക്ക് ശേഷം വീണ്ടും ഒരു ഫാഷൻ ഷോ കൊളവാക്കാൻ പോവാണ്. കൊല്ലം ലീലർ ഓഫീസിൽ വെച്ച് നടന്ന ഇമാക്കിന്റെ സൈലന്റ് ഹീറോ അവാർഡ് ഫംഗ്ഷൻ ആണ് നമ്മൾ പോകുന്നത്. മോഹൻലാലാണ് പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയത് കുറച്ച് തലയില്ലാത്ത മനുഷ്യരെ പിന്നെ ഒരു 144 മോഹൻലാലിനെയാണ്. നമുക്ക് പെയിന്റ് അടിക്കാനുള്ള കണ്ടസ്റ്റൻസ് അവിടെ വട്ടമട്ട നാരങ്ങ പോലുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ട് തുടങ്ങിയതുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം പിന്നെ കഴിവേറിയവരായതുകൊണ്ട് ഓരോ മുക്കിലും മൂലയിലും പോയി അവരുടെ കഴിവുകൾ പുറത്തെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത്. ഇതൊക്കെ കണ്ടിട്ട് ഇദ്ദേഹമാണെങ്കിൽ കുട്ടി ഒന്ന് കറക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മുടെ ക്യാമറയുടെ സംയോജിതമായ ഇടപെടൽ മൂലം അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഈ നടത്തവും കറക്കം അടുത്തൊന്നും തീരത്തില്ലെന്ന് മനസ്സിലാക്കി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അതിലും വലിയ മന്തിലൂടെ കഴിക്കാൻ കൂടെ മയണസ് വെച്ച് പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത്. എന്നിട്ടാണെങ്കിൽ പലരും സലാഡിലൂടെ മയണസ് മുക്കി തിന്നുന്ന വിചിത്രമായ കാഴ്ച നമ്മൾ കണ്ടു. ഇനി താമസിച്ചാൽ അവിടുത്തെ പ്ലേറ്റിന്റെ ക്ലാസിന് കാര്യത്തിൽ തീരുമാനമാവും എന്നതുകൊണ്ട് അവർ നമുക്ക് ഫുഡ് കൊണ്ട് തന്നു. കാര്യം നമ്മുടെ യൂട്യൂബർ ചെറ്റാണെങ്കിൽ പാവങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യും. വഴി കണ്ട ഒരു ചേട്ടനും ചേച്ചിക്കും ചോറ് പിടിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. തിരിച്ചു വരുന്ന ഒരു പൂക്കളുള്ള ട്രൗസർ ഒക്കെ ഇട്ട് വന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു ചീഫ് ഗസ്റ്റിനെ കാണാൻ ഇടയായി. തിരിച്ചെത്തിയ ഉടനെ എല്ലാവരും മണിയായുധങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പെയിന്റിങ്ങിനായി റെഡിയായി. പിന്നീട് അങ്ങോട്ട് പലരുടെയും രൂപവും ആവും നിറമൊക്കെ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഇതൊക്കെ കണ്ട് കണ്ണു തെളിയിരിക്കുമ്പോഴാണ് നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം ഫാഷൻ ഡിസൈനർ ഹജീബ് ഖാൻ. ഇദ്ദേഹത്തിന്റെ കയ്യിലാണെങ്കിൽ മഹാത്മാഗാന്ധി മുതൽ അമേരിക്കൻ പ്രസിഡന്റുമാർ വരെ ഉപയോഗിച്ച ഗ്ലാസിന്റെ കളക്ഷൻ ഉണ്ട്. അങ്ങനെ ഏറെക്കുറെ പെയിന്റിംഗ് കയറി മോഡൽസിനെ റാമി കയറാൻ വേണ്ടി റെഡിയായി. പ്രോഗ്രാം നടക്കുന്ന ഹാളാണെങ്കിൽ ഒരു പ്രത്യേക നിറത്തിലുള്ള പാനിമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കുടിച്ച് ഒരു ചേട്ടൻ ബാറ്ററി ചാർജ് ചെയ്യുന്ന അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഏജിലാണെങ്കിൽ അമ്മച്ചിമാരുടെ നാടോടി നൃത്തവും ചേട്ടന്മാരുടെ കോൽക്കളിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം നമ്മളെ മോഡൽസിന്റെ റാമ്പൊക്കെ കണ്ടേച്ച് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ശരി ഗൈസ്, ബാക്കി അടുത്ത വീഡിയോയിൽ